നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുമൊക്കെ തന്നെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു പഴമാണ് പേരയ്ക്ക, അല്ലെങ്കിൽ ഇതിനെ ഗുവ, മറ്റുള്ള ബഹുബീജ, അമൃതഫല എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങളെ തടയിടാനും കൂടെയുള്ള ഒരു ഉപാധിയാണ് ഈ ഒരു പേരയ്ക്ക എന്നുള്ളത്. സുലഭമായിട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ട് വേണ്ടത്ര തന്നെ അറ്റൻഷൻ അതിന് കൊടുക്കാറില്ല എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സുകളൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നതല്ലേ. എന്നാൽ ഈ സിട്രസ് ഫ്രൂട്ട്സിനേക്കാൾ 4 ഇരട്ടി വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് പേരയ്ക്ക എന്ന് എത്ര പേർക്കറിയാം? അതുകൊണ്ട് ഒരു ദിവസത്തിൽ നമ്മൾ ഒരു പേരയ്ക്കയെങ്കിലും കഴിക്കാൻ ശ്രമിക്കാം. ഇനി ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ധൈര്യപൂർവ്വം ഉപയോഗിക്കാം. നമുക്ക് അത് പഴുത്ത പാകമായി മധുരം വരുന്നതിന് മുൻപേ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. പേരുകം തൂരം പ്രോക്തം സ്വാദു അമ്ലം കഫകാരകം. ഇതിന് മധുരവും ഒരു ചവർപ്പും അതുപോലെ പുളിപ്പും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് ആണല്ലേ. അത് പഴുക്കുന്നതിന് മുൻപെയാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളോ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളോ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നന്നായി പഴുക്കുന്നതിന് മുൻപെയാണ്. ഇനി ഇത് തന്നെ പല വെറൈറ്റിയിലുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ പ്രാദേശികമായിട്ട് കിട്ടുന്നത് ഏത് പേരയ്ക്കയാണോ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ശുക്രലം വാതപിത്തഗ്നം ശീതളം ച രസമതം എന്നും പറയുന്നുണ്ട്. ഇത് ശുക്രലമായിട്ടുള്ളത് സെമൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ നമുക്ക് ചില ദഹന സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ, മൈനറായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടും പൈൽസ്, ഫിഷറൊക്കെ ഉണ്ടല്ലോ, ഇതിനെയൊക്കെ അകറ്റാനായാലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് പോലുള്ള കാര്യങ്ങൾക്കും നമുക്കിത് ഉപകരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പം അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉള്ളവരാണെങ്കിൽ അതിനൂടെ നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ നമ്മളിത് ശീലിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ പ്രാദേശികമായിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പേരയ്ക്ക അതിൽ വളരെ മുൻപന്തിയിലാണ്. ഡയറ്ററി ഫൈബറിൻ്റെയൊക്കെ തന്നെ ഒരു ബെസ്റ്റ് സോഴ്സ് ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയും അതുകൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചർമ്മത്തിൻ്റെയൊക്കെ തന്നെ സംരക്ഷണത്തിനും കാന്തിക്കും ആ ചെറുപ്പം നിലനിർത്താനും ഒക്കെ തന്നെ ഇത് സഹായകരമാണ്. ഇനി ഇത് ഉള്ളിലേക്ക് എടുക്കുന്നത് വെറും ഫ്രൂട്ട്സ് രൂപത്തിലല്ല, ഇതിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാം. തളിരില ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾക്കൊക്കെ ചവച്ചരച്ച് കഴിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഇത് ഫ്രൂട്ട്സ് ആയിട്ടും അല്ലാതെയൊക്കെ കഴിക്കുന്ന സമയത്തായാലും കണ്ണിൻ്റെ കാഴ്ച ക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ കൊളസ്ട്രോൾ ഉള്ള രോഗികളാണെങ്കിൽ അത് കുറയ്ക്കാനും ഒക്കെ തന്നെ സഹായകരമായിട്ടുള്ളതാണ്. ക്യാൻസർ സെൽസിനെ വളരാതിരിക്കാൻ, അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തടുത്തു നിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഒരു അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടായിട്ടല്ല, ഇങ്ങനെ അസുഖങ്ങളൊക്കെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്ന വളരെ മിറാക്കിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. വേണമെങ്കിൽ നമുക്കിതിനെ പഴങ്ങളുടെ രാജ്ഞി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അത്രയേറെ ഗുണകരമായിട്ടുള്ളതാണ്. ഗർഭാവസ്ഥയിൽ നമുക്ക് അറിയാം ഈ സിങ്കിൻ്റെയും അയണിൻ്റെയും ഒക്കെ തന്നെ ആവശ്യമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെയാണ് ഇതിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് നമുക്ക് മുടി അല്ലെങ്കിൽ തലയോട്ടി കഴുകുന്നതൊക്കെ തന്നെ മുടി കൊഴിച്ചിലുള്ളവർക്ക് അത് നിർത്താനും അത് ചെറിയ മുടി കിളിർക്കാനും അങ്ങനെ ഒരു കേശഭംഗിക്കും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. അത് വളർത്താൻ സഹായിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ചില ചുമ, ജലദോഷം, ബുദ്ധിമുട്ടുകളും പനിയൊക്കെ വരുന്ന സമയത്തായാലും ഇത് അല്പമിട്ട് നല്ല വളരെ മൂത്ത ഇലയല്ല, തളിരിലയല്ല, ഒരു മീഡിയം പാകമായിട്ടുള്ള ഇലയുണ്ടല്ലോ, അതിട്ടിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മളിതിനു മുൻപ് ഒരു ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, അതിലൊക്കെ എപ്പോഴും ചേർക്കുന്ന ഒന്നാണ് പേരയില എന്നുള്ളത്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ത്രോട്ട് ഇൻഫെക്ഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ വിൻ്റർ തുടങ്ങിയതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ഡ്രിങ്കുകളൊക്കെ തയ്യാറാക്കി ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സുകളൊന്നും പറയുന്നത്
പറയുന്നില്ല, ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കരുത് കേട്ടോ. എന്ത് കാര്യമാണെങ്കിലും ഇതിലെല്ലാം തന്നെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും അതിന് പുറമെ ലൈക്കോപ്പീന്, കാൽസ്യം, ഫോസ്ഫറസ്, മാഗ്നീഷ്യം, അയൺ, സിങ്ക്, ബീറ്റാ കരോട്ടീൻ, സോഡിയം, പൊട്ടാസ്യം ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയേറെ കാര്യങ്ങൾ, വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് അങ്ങനെ പാഴാക്കി കളയരുതേ. പലർക്കും ഇതിനെക്കുറിച്ച് അറിയുന്നതായിരിക്കുമെങ്കിലും നമുക്ക് എപ്പോഴും നമ്മുടെ കൺവെന്റിലുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ അത്ര ബോധേഡ് ആവാറില്ല. വൈറ്റമിൻ സി എന്നൊക്കെ പറയുമ്പോൾ വൈറ്റമിൻ സി ടാബ്ലറ്റിലേക്ക് പോകുന്നവരുണ്ട്, അതല്ലെങ്കിൽ അത്തരം സപ്ലിമെൻസിനെയാണ് ആശ്രയിക്കാറ്. പലപ്പോഴും ഇത്തരം ഫ്രൂട്ട്സിലൂടെ നമുക്കിത് കിട്ടുന്നു എന്നുള്ളത് മനഃപൂർവ്വം മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കാതിരിക്കരുത്. ഫ്രൂട്ട്സ് ആയിട്ടായാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇലയായിട്ടായാലോ നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഡ്രിങ്ക് ആയിട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കേശ സംരക്ഷണത്തിനായാലോ ഫേസിൽ വരുന്ന ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇല നമ്മൾ ചതച്ച് ഒരു ബാൻഡേജ് പോലെ കെട്ടി വെക്കാറുണ്ട്. അതും തന്നെ ഈ പറഞ്ഞതുപോലെ നീരോ അല്ലെങ്കിൽ അവിടെ ഇൻഫ്ലമേഷനൊക്കെ വന്നിട്ടുണ്ടാവുന്ന ആ സ്വെല്ലിങ്ങിനൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട്. ഒരു 10 മുതൽ 20 ml വരെയൊക്കെ തന്നെ ഇതിന് ഡിക്കോക്ഷൻ അല്ലെങ്കിൽ ഈ തിളപ്പിച്ച വെള്ളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിൽ കൂടുതലാവരുത് എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ പല്ലുവേദന വരുന്ന സമയത്തായാലും നമുക്കിത് ഗാർഗിൾ ചെയ്യാൻ വേണ്ടി ഒരു മൗത്ത് ഫ്രഷ്നറായിട്ട് ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഡിക്കോക്ഷൻ വായിൽ അല്പനേരം വെച്ച് ഒന്ന് ഗാർഗിൾ ചെയ്ത് നമുക്ക് കളയാവുന്നതാണ്. ഇതൊക്കെ ഇത്തരം വേദനയോ നീരോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, മോണയിലൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പേരയ്ക്ക. അപ്പോൾ അത് പാഴാക്കി കളയരുത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാക്സിമം ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.